പാർട്ട് 1 തീർന്നില്ല, പാർട്ട് 2 ആയിട്ട് ഒന്നുകൂടെ വായിച്ചിട്ട് വീണ്ടും തുടരാം. ശ്രുതീനാമൂർധാനോ ദദതി തവ യൗശേഖരതയാ മമാപ്യേതൗ മാതഃ ശിരസി ദേയാ ദേഹി ചരണൗ യയോപാദ്യം പാതഃ പശുപതി ജടാചൂടതടിനി യയോർലാക്ഷാലക്ഷ്മീരരുണഹരിചൂടാമണിരുചി. ഇവിടെ തിരിച്ചു പറഞ്ഞപ്പോൾ യയോഹോ ലാക്ഷാലക്ഷ്മീഹി അരുണഹരിചൂടാമണിരുചി എന്ന്. അപ്പോൾ അങ്ങനെയാണ് പിരിക്കുന്നത്. യയോഹോ ലാക്ഷാലക്ഷ്മീഹി അരുണഹരിചൂടാമണിരുചി. അപ്പോൾ പിരിച്ചു പറഞ്ഞു. ശ്രുതീനാം മൂർധാനോ ദദതി തവ യൗ ശേഖരതയാ മമ അഭി ഏതൗ മാതഃ ശിരസി ദയയാ ദേഹി ചരണൗ യയോഹോ പാദ്യം പാതഃ പശുപതി ജടാചൂടതടിനി യയോഹോ ലാക്ഷാലക്ഷ്മീഹി അരുണഹരിചൂടാമണിരുചി. ഇനി അർത്ഥം. ശ്രുതികൾ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ. മൂർധാന എന്ന് പറഞ്ഞാൽ ശിരസ്. ദദതി ധരിക്കുന്നു. തവ യൗ നിന്തിരുവടിയുടെ 2 ആ പാദങ്ങൾ. ശേഖരത ശിരോലങ്കാരം, അതായത് കിരീടത്തെയാണ്. മമ അഭിയേതൗ, മമ എന്ന് പറഞ്ഞാൽ എൻ്റെ, അഭിയേതൗ എൻ്റെയും എന്നർത്ഥം. മാത ലോകമാതാവ്. ശിരസി തലയിൽ. ദയോടുകൂടി. ദേഹി വച്ചാലും. ചരണൗ 2 ചരണങ്ങൾ. അപ്പോൾ ഈ 2 ചരണം ദേവിയുടെ ചരണങ്ങൾ. ഇതൊക്കെ താത്വികമല്ല, നമ്മൾ ജസ്റ്റ് വാക്കുകളുടെ അർത്ഥം പറഞ്ഞു. ചരണൗ പാദങ്ങൾ. യയോഹോ ഏതൊരു. പാദ്യം പാദം കഴുകുന്ന വെള്ളത്തിനെയാണ് പാദ്യം എന്ന് പറയുന്നത്. പാത ജലം. അപ്പോൾ പശുപതി ജടാചൂടതടിനി, പശുപതി മഹാദേവൻ. ജടാചൂടം മഹാദേവൻ്റെ ജട. തടിനി എന്ന് പറഞ്ഞാൽ നദി. മഹാദേവൻ്റെ ജടയിൽ ചൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ജടയിലുള്ള നദി എന്താണത്? ഗംഗാനദി, ഗംഗ. അപ്പം യയോഹോ 2 ചരണങ്ങളാണ്. യയോഹോ ഈ 2 ചരണങ്ങളും. ലാക്ഷാലക്ഷ്മി കോലരക്ക് ഒരു സുഗന്ധദ്രവ്യമാണത്. അതിൻ്റെ ഇതുകൊണ്ട് ഹരി ലക്ഷ്മീഹി ലാക്ഷാലക്ഷ്മീഹി അരുണ ഹരിചൂടാമണി. അരുണം ചുവന്നത്. ഹരിചൂടാമണി രുചി. ചൂടാമണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ ചുവന്ന എന്താണ്? വിഷ്ണു ചൂടാമണി. മഹാവിഷ്ണുവിൻ്റെ കിരീടത്തിൻ്റെ ആ കാന്തി ചുവന്നതാണ്. അതുകൊണ്ട് ചുവന്ന ആ കിരീട കാന്തിയെയാണ് അരുണ ഹരിചൂടാ മണിരുചി. രുചി എന്ന് പറഞ്ഞാൽ ശോഭ. അപ്പം അർത്ഥം എങ്ങനെയാണ് വരുന്നത്? ശ്രുതീനാമൂർധാനോ ദദതി തവ യൗ ശേഖരതയാ മമാപ്യേതൗ മാതഃ ശിരസി ദയയാ ദേഹി ശരണൗ യയോപാദ്യം പാതഃ പശുപതി ജടാചൂടതടിനി യയോർലാക്ഷാലക്ഷ്മീരരുണഹരിചൂടാമണിരുചി. ശ്രുതീനാമൂർധാന ഉപനിഷത്തുക്കൾ. ദദതി ധരിക്കുന്നു. തവ യൗ നിന്തിരുവടിയുടെ യാതൊരു ചരണങ്ങളെ. ശേഖരതയാ മമാഭി ശേഖരതയാ ശിരോഭൂഷണമായി. മമാഭി എൻ്റെയും. ഏതൗ അങ്ങനെയുള്ള ഈ മാതഃ അല്ലയോ ജഗന്മാതാവേ. ശിരസി ദയാദേഹി ദയോടുകൂടി ശിരസിൽ വയ്ക്കണമേ.
ചരണൗ യയോഹോ, യാതൊരു ചരണങ്ങൾക്ക്, യാതൊരു പാദങ്ങളെ പാദ്യം പാതക, പാദ്യജലം, പദാർഹമായ ജലം, അത് പശുപതി ജടാചൂട തടിനി, പരമേശ്വരൻ്റെ ജടയിൽ ധരിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ഗംഗാനദി. യയോർ ലാക്ഷാലക്ഷ്മീഹി, ഈ ചരണങ്ങൾക്ക് ലാക്ഷാരസ കാന്തിയെ നൽകുന്നു. അരുണ ഹരിചൂടാമണി രുചി, മഹാവിഷ്ണുവിൻ്റെ ചുവന്നതായ കിരീടത്തിൻ്റെ കാന്തി. അപ്പോൾ അർത്ഥം എങ്ങനെയാണ് വരിക? ശ്രുതീനാമൂർധാനോ ദദതി തവയൗ ശേഖരതയാ മമാപ്യേതൗ മാതഃ ശിരസി ദയയാ ദേഹി ചരണൗ യയോപാദ്യം ബാധഃ പശുപതി ജടാചൂടതടിനി യയോർലാക്ഷാലക്ഷ്മീരരുണഹരിചൂടാമണിരുചി. അല്ലയോ ലോകമാതാവേ, ജഗജ്ജഗജ്ജനനി, ഉപനിഷത്തുക്കൾ നിന്തിരുവടിയുടെ യാതൊരു ചരണങ്ങളെ ശിരോഭൂഷണങ്ങളായി വഹിക്കുന്നുവോ ആ ചരണങ്ങളെ ദയയോടുകൂടി എൻ്റെയും ശിരസിൽ വയ്ക്കണമേ. ദേഹി എന്ന് പറഞ്ഞാൽ വയ്ക്കുക. ഈ ചരണങ്ങളുടെ പാദ്യജലം പരമേശ്വരൻ്റെ ജടയിലിരിക്കുന്ന ഗംഗാനദിയും ലാക്ഷാരസകാന്തി മഹാവിഷ്ണുവിൻ്റെ ചുവന്ന കിരീടത്തിൻ്റേത് ആകുന്നു. മഹാവിഷ്ണു ദേവിയെ നമസ്കരിക്കുമ്പോൾ ആ ദേവിയുടെ കാലിൽ പുരട്ടിയിരിക്കുന്ന ലേപനം ചെയ്തിരിക്കുന്ന ആ ലാക്ഷാരസം അത് ഈ കിരീടത്തിലേക്കൂടെ പറ്റിയിട്ട് അതിനെ ഭംഗിയുള്ളതാക്കുന്നു എന്നർത്ഥം. ഇനി അതൊന്നും കൂടി വിശദീകരിച്ച് പറയുകയാണെ, അല്ലയോ ലോകമാതാവേ, നിന്തിരുവടിയുടെ പാദങ്ങളെ വേദങ്ങൾ ഉപനിഷത്ത് രൂപങ്ങളായ തങ്ങളുടെ ശിരസുകളിൽ വെച്ചിരിക്കുന്നു. അപ്പം നിന്തിരുവടിയുടെ മഹിമ തന്നെയാണ് ഈ ഉപനിഷത്തുക്കൾ. അപ്പോൾ പരമേശ്വരൻ പ്രണയകോപശാന്തിക്കായി നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ശിരസിലുള്ള ഗംഗാനദി അവയിൽ പതിച്ച് അത് പാദ്യമായി ഭവിക്കുന്നു. പാദ്യം, പാദങ്ങൾ കഴുകുന്ന വെള്ളം. മഹാവിഷ്ണു ദിവസം തോറും സന്ധ്യാകാലങ്ങളിൽ നിന്തിരുവടിയെ നമസ്കരിക്കുമ്പോൾ പാദങ്ങളിൽ ലേപനം ചെയ്തിട്ടുള്ള ലാക്ഷാരസം അതിൻ്റെ കാന്തിയെ വിഷ്ണു കിരീടത്തിൽ പതിച്ച്, അതിൻ്റെ കാന്തി വിഷ്ണു കിരീടത്തിൽ പതിച്ച് അതിന് ആരുണ്യത്തെ ഉണ്ടാക്കുന്നു. എന്ന് പറഞ്ഞാൽ ചുവന്ന കളറുണ്ടാക്കുന്നു. പ്രകൃത്യാ ശുഭ്രമായ മഹാവിഷ്ണു യഥാർത്ഥത്തിൽ വൈറ്റ് കളറായ വിഷ്ണുവിൻ്റെ കിരീടകാന്തിയെ അരുണമാക്കി തീർത്തത് ലാക്ഷാലക്ഷ്മി ആകുന്നു എന്ന് സാരം. അപ്പം ഇതിൽ ലളിതാ സഹസ്രനാമത്തിലൊരു നാമമുണ്ട്, ശ്രുതി സീമന്ത സിന്ദൂരീകൃതപാദാബ്ജധൂളിക. ഒറ്റ നാമമാണ്, 16 അക്ഷരം വരുന്ന ഒരു നാമം. ശ്രുതി സീമന്ത സിന്ദൂരീകൃതപാദാബ്ജധൂളിക. അതായത് ശ്രുതി വേദമാണ്, സീമന്തം നമ്മുടെ നെറുകയിൽ സീമന്തരേഖ ഉണ്ടല്ലോ, അത് അവിടെ തൊടുന്ന അത് പാദാബ്ജധൂളിക, അങ്ങയുടെ ചരണങ്ങളിലെ ആ ധൂളികയാണെന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. അല്ലയോ ജഗന്മാതാവേ, അങ്ങയുടെ നിന്തിരുവടിയുടെ യാതൊരു ചരണങ്ങളെ ഉപനിഷത്തുക്കളുടെ രൂപമായ നിന്തിരുവടിയുടെ ചരണങ്ങളെ എൻ്റെയും ശിരസിൽ വയ്ക്കണമേ. അപ്പോൾ ഈ ചരണങ്ങളുടെ പാദ്യജലം പരമേശ്വരൻ്റെ ജടയിലിരിക്കുന്ന ഗംഗാനദിയും ലാക്ഷാരസ കാന്തി മഹാവിഷ്ണുവിൻ്റെ ചുവന്ന കിരീടത്തിൻ്റെ കാന്തിയുമാകുന്നു എന്നർത്ഥം. ഒന്നുകൂടെ വിശദീകരിച്ചാൽ, അല്ലയോ ജഗന്മാതാവേ, നിന്തിരുവടിയുടെ പാദങ്ങളെ വേദങ്ങൾ ഉപനിഷത്ത് രൂപങ്ങളായ തങ്ങളുടെ ശിരസ്സുകളിൽ വഹിച്ചിരിക്കുന്ന ആ ഉപനിഷത്തുക്കൾ നിന്തിരുവടിയുടെ മഹിമയെ തന്നെ ഘോഷിക്കുന്നു. പരമേശ്വരൻ പ്രണയകോപശാന്തിക്കായി നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ
ശിരസിലുള്ള ഗംഗാനദി അവയിൽ പതിച്ച് പാദ്യമായി ഭവിക്കുന്നു. മഹാവിഷ്ണു ദിവസം തോറും സന്ധ്യാകാലങ്ങളിൽ നിന്തിരുവടിയെ നമസ്കരിക്കുമ്പോൾ പാദങ്ങളിൽ ലേപനം ചെയ്തിട്ടുള്ള ലാക്ഷാരസകാന്തി വിഷ്ണു കിരീടത്തിൽ പതിച്ച് അതിന് ആരുണ്യത്തെ ഉണ്ടാക്കുന്നു. പ്രകൃത്യാ ശുഭ്രമായ വിഷ്ണു കിരീടകാന്തിയെ അരുണമാക്കി തീർത്തത് ലാക്ഷാലക്ഷ്മിയാകുന്നു എന്ന് സാരം. ജഗദംബ ശ്രുതി സീമന്ത സിന്ദൂരീകൃതപാദാബ്ജതൂളിക. ഈ ശ്ലോകത്തിൻ്റെ അലങ്കാരം രൂപകമാണ്. ഒന്നും കൂടി ശ്ലോകം ചൊല്ലാം. ശ്രുതീനാമൂർധാനോ ദധതി തവ യൗശേഖരതയാ. ശ്രുതീനാമൂർധാനോ ദധതി തവ യൗശേഖരതയാ. മമാപ്യേതൗ മാതഃ ശിരസി ദയയാ ധേഹി ശരണൗ. യയോപാദ്യം ബാധഃ പശുപതി ജടാജൂഢതടിനി. യയോർലാക്ഷാലക്ഷ്മീരരുണഹരി ചൂടാമണിരുചി. ഇപ്പോൾ വാക്കുകളുടെ അർത്ഥവും വാക്കുകളെല്ലാം മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു പ്രാവശ്യവും കൂടി വായിക്കാം. ശ്രുതീനാമൂർധാനോ ദധതി തവ യൗശേഖരതയാ. മമാപ്യേതൗ മാതഃ ശിരസി ദയയാ ധേഹി ശരണൗ. യയോപാദ്യം ബാധഃ പശുപതി ജടാജൂഢതടിനി. യയോർലാക്ഷാലക്ഷ്മീരരുണഹരി ചൂടാമണിരുചി. ഹരിയോ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇത് പാർട്ട് 2 ആണ്. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരിയോം നാരായണ. അമ്മേ നാരായണ. ഓം തത്സത്.